ആകെ പോളിംഗ് സമയത്തിന്റെ 1/3 സമയത്തിലേക്ക് എത്തുമ്പോൾ 20.5% എന്ന് പറയുമ്പോൾ 60% അതിന് സമീപത്ത് എന്ന നിലയിലാണ് നമുക്കിപ്പോൾ കണക്ക് കൂട്ടാൻ കഴിയുക. പോളിംഗ് വല്ലാതെ കുറയുന്ന ഒരു തോന്നൽ ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ അവിടുത്തെ സ്ഥിതി എങ്ങനെയാണ്? രതീഷ്, ബംഗ്ലാവ് സ്കൂളിൽ ഒരു ബംഗ്ലാവ് എന്ന് പറയുന്ന വാക്കിന് ഒരു കരമില്ലേ, ആ കനം പോലെ തന്നെ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. 4 ബൂത്തുകളാണുള്ളത്. 4 ബൂത്തുകളിലും നല്ല തിരക്കുണ്ട്. ആളുകളിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു. ആളുകളൊക്കെ വന്ന് വോട്ട് രേഖപ്പെടുത്തുകയാണ്. എന്തായാലും പാലക്കാട് ആകെ 12 നിയോജക മണ്ഡലങ്ങളാണുള്ളത് പാലക്കാട് ജില്ലയിൽ. അതിൽ കഴിഞ്ഞ 2021 കണക്ക് നോക്കുമ്പോൾ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് അത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലാണ്, 73.71. അത് മറികടക്കുമോ ഇല്ലയോ ഇക്കുറി, അതിൽ എത്രമാത്രം കുറയാൻ സാധ്യതയുണ്ടാക്കുകയാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് ഇപ്പൊ നമ്മൾ കണ്ടൊരു വിഷയം എന്ന് പറയുന്നത് ഇവിടെ നിറയെ അമ്മൂമാരാണ്. അമ്മൂമാരൊക്കെ പക്ഷേ ആ ദൃശ്യം, ആ ഇരിക്കുന്നവർ പ്രായമായ സ്ത്രീകളും പ്രായമായ ഒരു അപ്പൂപ്പനും, എന്ത് മനോഹരമായ കാഴ്ചയാണ്. അവരുടെ പ്രതികരണങ്ങൾ കൂടി കിട്ടിയാൽ രസമായിരിക്കും. നോക്കൂ, അതിലേക്ക് തന്നെയാണ് പോകുന്നത് രതീഷ്. ഞാൻ ഇവിടെ ആദ്യം ക്യൂവിലേക്കാണ് പോകാൻ നോക്കിയത്. പക്ഷേ ഇവർ തന്നെയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച. എല്ലാവരും പ്രായമായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അവരൊക്കെ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. വോട്ട് ചെയ്തോ? കാത്തിരിക്കുക. ചായ ഒക്കെ കുടിച്ചോ? ആർക്കാ ചെയ്യേണ്ടതൊക്കെ തീരുമാനിച്ചു വന്നയാണല്ലോ അല്ലേ? എത്രാമത്തെ വോട്ടാന്ന് ഓർമ്മയുണ്ടോ? അതല്ല, ഇതുവരെ എത്ര വോട്ട് ചെയ്തു ജീവിതത്തില്? അയ്യോ, ഞാൻ 2 ഇലക്ഷനില് ഞാൻ ഡ്യൂട്ടി പോയ ആളാണ്. കുന്നൂരും അറവകാടുമായി ഡ്യൂട്ടിയിൽ ഇലക്ഷൻ ഡ്യൂട്ടി ഇരുന്ന ആളാണ്. പേരെന്തായിരുന്നു? നാരായണൻ PM. നാരായണൻ ചേട്ടൻ വോട്ട് ചെയ്യാൻ കാത്തിരിക്കുകയാണ്. വോട്ട് ചെയ്തോ അമ്മൂമ്മ? ചെയ്തു. പേരെന്താ? തങ്കം. സംശയം എന്തെങ്കിലും ഉണ്ടായിരുന്നോ വോട്ട് ചെയ്യുമ്പോ? ഒന്നുമില്ല, പോയങ്ങ് ചെയ്തു. ജയിക്കോ? അമ്മൂമ്മ എന്റെ സ്ഥാനാർത്ഥി എന്തായാലും ജയിക്കുന്ന പറഞ്ഞേ. ജയിക്കും അല്ലേ? ജയിക്കണമെന്നാണ്. ജയിക്കുന്ന സ്ഥാനാർത്ഥിയാണോ? ജയിക്കുന്ന സ്ഥാനാർത്ഥിയാണ് വന്നത്. ജയിക്കും. അയാൾക്ക് എന്നെ വോട്ട് ചെയ്തിട്ടുണ്ട്. കുത്തിയത് മാറിപ്പോയിട്ടില്ലല്ലോ? ഇല്ല, മാറില്ല. ഞങ്ങൾ പ്രായം കുറയായി, അപ്പൊ മാറില്ല. ഇത് കുറേയായി ചെയ്യുന്നല്ലേ? അപ്പൊ മാറില്ല. മാറിപ്പോയിട്ടുണ്ടോ? കുത്തിയോ? ഇത് നടാടിയല്ലോ. അപ്പൊ അത് ആദ്യമായിട്ട് എന്തല്ലാലോന്ന്? ആദ്യമായിട്ടല്ലോ. പാലക്കാട് സ്ലാങ് ആണല്ലേ? അതെ. ചെയ്തോ? ചെയ്തു. ചെയ്യുമ്പോ സംശയമൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, സംശയമൊന്നുമില്ല. ഇല്ല. ക്ഷീണമുണ്ടോ? നല്ല വേല. ഞങ്ങൾക്കൊക്കെ ക്ഷീണമുണ്ട്. നിങ്ങൾക്ക് ക്ഷീണമുണ്ടോ? ക്ഷീണമൊക്കെ ഉണ്ട്. ക്ഷീണമില്ലാക്കിയൊന്നുമല്ല, ഞങ്ങൾ വയസ്സായ ആൾക്കാരല്ലേ, അപ്പൊ അതുകൊണ്ട് ക്ഷീണം വരും. നിങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലമുണ്ട്. നിങ്ങൾ വലിയ പരിഗണനയുള്ള ആൾക്കാരാ. ചെയ്തോ? സന്തോഷാണല്ലോ. സന്തോഷം. ജയിക്കോ? ജയിക്കണല്ലോ. ഒരു മാറ്റം വരണം. മാറ്റം വരണം. ചിഹ്നത്തിലൊക്കെ സംശയം ഉണ്ടായിരുന്നോ? ഇല്ല, ഒരു സംശയമില്ല. സാധാരണ ചെയ്യുമ്പോഴുള്ള ചിഹ്നത്തിൽ ചെയ്തു. ഒരു സംശയമില്ല. ഒരു മാറ്റവും വരില്ല. അരുണൻ ജയിക്കും. ആരും ജയിക്കും? മാറ്റമില്ല. സരിൻ ജയിക്കുന്നുള്ള ഒരു മാറ്റം വരില്ല. ചെയ്തോ? ചിഹ്നം എങ്ങനെയുണ്ട്? ചിഹ്നം കുഴപ്പമില്ല. അരുവാൾ ചുറ്റിക്കല്ലാണ്ട് ആദ്യമായിട്ടല്ലേ? അതല്ലാത്തത് മാറിയിട്ടില്ലെന്ന് അറിയാം. അതുകൊണ്ട് മാറി. സംശയമൊന്നും ഉണ്ടായിട്ടില്ല. അതിൽ തന്നെ ചെയ്തു. 9ാം നമ്പർ ആയിരുന്നു. മാറിയിട്ടുണ്ടായിരുന്നോ? ഇല്ല. അമ്മൂമ്മ പേരെന്താ? ചെയ്യാൻ പോന്നുള്ളൂ. പേപ്പറൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുക. പേരെന്താ? പേരിനാവുന്നേ. ചായ ഒക്കെ കുടിച്ചിട്ട് വന്നയാ? ചായ കുടിച്ചിട്ട്. എത്രാമത്തെ വോട്ടാന്ന് എന്തേലും ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട് കേട്ടമേനെ. എത്ര വയസ്സായി? എനിക്കറിയാം. ഉമ്മയ്ക്ക് വയസ്സ് എത്രയാന്ന് പോലും ഓർമ്മയില്ല. 17കാരിന്റെ നാണമൊക്കെ ഉണ്ട്. പക്ഷെ ഇതേത് നാണക്കാരി? പേരെന്താ? മാളു. അമ്മ വോട്ട് ചെയ്തോ? ചെയ്തു. സങ്കടാണോ? എന്ത് പറ്റി? മുറുക്കാനാണ് വായില്ലല്ലേ? അതുകൊണ്ടാ സംസാരിക്കാത്തെ. അമ്മൂമ്മ പേരെന്താ? കല്യാണി. വോട്ട് ചെയ്തോ? സന്തോഷായോ? സന്തോഷമായി. കൊറേ നേരം നിന്നോ? ഇല്ല, കുറച്ചു നേരം ഒന്നൊന്നുമില്ല. അപ്പൊക്കെ ചെയ്തു. നിങ്ങൾക്കൊക്കെ 2 മൂക്കുത്തി ഉണ്ടല്ലോ. സുന്ദരിയായിട്ടുണ്ട് 2 മൂക്കുത്തിയില്. എല്ലാവർക്കും മൂക്കുത്തി ഉണ്ട് കേട്ടോ. അമ്മൂമ്മന്റെ പേരെന്താ? മാളു. ഇതും മാളു. കൂട്ടുകാരാ? അടുത്തടുത്ത് തന്നെ അല്ലേ? ചെയ്തോ? ക്ഷീണുണ്ടോ? ഒന്ന് കിടക്കണോ? ഉഷാറാണല്ലേ? ചെയ്തോ? വെച്ച് നോക്കുമ്പോ ചെറുപ്പക്കാരിയാ. ചെയ്യുന്നുള്ളൂ. കൂടെ എനിക്ക് പരിഗണന ഉണ്ടല്ലേ? അപ്പൊ ഇത് നല്ലൊരു കാഴ്ച, നല്ലൊരു അനുഭവം തന്നെയാണ്. അപ്പൊ അവരൊക്കെ ഇവിടെ സ്വാമി ഉണ്ട്. സ്വാമി കുറെ നേരമായി നിൽക്കുന്നേ? കുറച്ചു നേരമായി. നല്ല തിരക്കുണ്ടല്ലേ?